ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ഞണ്ട് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഉലുവയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഉലുവ താല്പര്യമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ശേഷം നമ്മൾ ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടി കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിന് നല്ലൊരു ഫ്ലേവറും നല്ല തന്നെ നാടൻ രുചികൾക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാറുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം 1 സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും കൂടി കീറിയത് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1.5 സവോളയാണ് നേരിയതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സവോളയ്ക്ക് പകരം ചെറുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഓപ്ഷണലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും കൂടി സവോളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സവോള ഒന്ന് വഴണ്ട് വരാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. സവോള ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യമായി ഞാനിവിടെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ ഒന്നും അധികം കുത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് കുറച്ച് ഒരു പേരിന് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരേക്കും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചെറുതീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 1 സ്പൂണോളം ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരേക്കും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ടേസ്റ്റ് നിൽക്കേണ്ടത് കുരുമുളകിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒന്ന് ചതച്ചെടുത്ത കുരുമുളകാണ്, ഫൈൻ പൊടിയായിട്ടല്ല ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഒരു മീഡിയം തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളി, ഒരു പുളിപ്പിനും ഗ്രേവിയുടെ ഒരു തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നാലാണ് നമ്മുടെ ഞണ്ടിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഗ്രേവിയിലേക്ക് ഇറങ്ങി വരുള്ളൂ. അതിനുശേഷം ഞാനിവിടെ ഒരു 1.5 കപ്പോളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ പാകല്ലേ നോക്കാം, എരിവും പാകല്ലേ എന്ന് നോക്കാവുന്നതാണ്. എരിവിനായിട്ട് പ്രത്യേകം മുളക് പൊടി ചേർക്കാതെ നമ്മൾ നോക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറിന് വേണ്ടി മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണല്ല, സാധാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞണ്ടിൻ്റെ കറിക്ക് എപ്പോഴും ടേസ്റ്റ് നമുക്ക് കിട്ടുക കുരുമുളകിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊരു 15 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ തിളച്ച് ഞണ്ടിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ നല്ല വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് വേവിക്കാം. തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല റോസ്റ്റ് പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് ഫുള്ളായി വറ്റിക്കാം. മൺചട്ടിയിലായതുകൊണ്ട് വെള്ളം ഒന്ന് ചട്ടി ഒന്ന് അബ്സോർവ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് എരിവിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ചേർക്കുമ്പോഴാണ് ആ എരിവും കുരുമുളക് പൊടിയുടെ ഫ്ലേവർ നിൽക്കുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരു വലിയ സ്പൂണോളം തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ. പിന്നീട് നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല, ഞാനിവിടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും കൂടി ലാസ്റ്റിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് നമ്മുടെ ഗ്രേവിക്ക് ഒന്ന് തിക്കായി നല്ല ബ്ലാക്ക് കളറിൽ ഗ്രേവി വരുള്ളൂ. പിന്നെ ഞണ്ടിന് അധികം വേവൊന്നുമില്ല, ഒരു 15 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ കാലുകളൊക്കെ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡായിട്ട് വരും. അപ്പോൾ തന്നെ വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രാബിൻ്റെ മീറ്റിന് അധികം വേവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എരിവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ തന്നെ അടിപൊളിയായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇറക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഞണ്ട് കറിയുടെ റെസിപ്പി. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ എത്ര പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുകയെന്ന്. അപ്പോൾ നല്ല രീതിയിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മീറ്റാണ്. അപ്പോൾ കഴിക്കാത്തവരും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.